പ്രതിസന്ധികളും തകർച്ചകളും നൊമ്പരങ്ങളും പരാജയങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ നടുവിൽ അവിടുത്തെ പരിപാലനം അനുഭവിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഏവർക്കുമുള്ളത്. നിശ്ചയമായും നമ്മുടെ കർത്താവ് നമ്മളെ പരിപാലിക്കുന്നവനാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. നമ്മൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയിലും പ്രതികൂലങ്ങളിലും നമ്മെ കരുതുവാനും കാക്കുവാനും മതിയായവനാണ് നമ്മുടെ കർത്താവ്. എന്നാൽ സഹോദരങ്ങളെ, കാലത്തിൻ്റെ പ്രത്യേകതകളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഈ നാളുകൾ വളരെ പ്രാധാന്യതയുള്ള നാളുകളാണ്. ദൈവവചനം എന്താണ് നമ്മോട് പ്രഖ്യാപിക്കുന്നത്? ഇന്നത്തെ ഈ വചന സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ക്ലേശപൂർണമായ സമയങ്ങൾ വരും. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? അവസാന നാളുകളിൽ, ആ വചനം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമേ, അവസാന നാളുകളിൽ കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൻ്റെ അടയാളങ്ങൾ ഇന്ന് ലോകത്തിലും സഭയിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വിശ്വാസ തകർച്ചകളും ഭൗതികതയുടെയും ജഡീകതയുടെയും അതിപ്രസരങ്ങൾ യാദൃശ്ചികമല്ല. ഇതെല്ലാം കാലത്തിൻ്റെ സൂചനകളാണ്. ഈ സൂചനകളിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തോട് എന്താണ് സംസാരിക്കുന്നത്? സഹോദരങ്ങളെ, ഈ ഒരു വർഷം തുറന്നുള്ള നാളുകൾ ദൈവകൃപയും ദൈവാനുഗ്രഹവും ദൈവപരിപാലനയെല്ലാം നമുക്ക് ഉണ്ടാകും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ക്ലേശപൂർണമായ ഒരു സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ലോക ചരിത്രത്തിൽ, മാനവ ചരിത്രത്തിൽ ക്ലേശങ്ങളും കഷ്ടതകളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളെല്ലാം ഒത്തിരിയേറെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ, കഷ്ടതകൾ നിറഞ്ഞ, ക്ലേശപൂർണമായ നാളുകളുടെ ആ ആരംഭം, അതിൻ്റെ തീവ്രത വർദ്ധിച്ചു വരുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു. പക്ഷേ നമ്മളതിൽ ആരും അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. കാരണം ഈ പ്രതിസന്ധികളിലും ക്ലേശങ്ങളിലും കഷ്ടതകളിലും നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മളെ വിളിച്ച കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മെ കരുതുവാനും കാക്കുവാനും ഏത് സാഹചര്യത്തിൽ നമ്മളെ പരിപാലിക്കുവാനും ശക്തമാണ് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങൾ. ആയതിനാൽ ഒരു ക്ലേശത്തെയും നമ്മൾ ഭയപ്പെടേണ്ട, ഒരു പ്രതിസന്ധിയോർത്ത് നമ്മൾ ആകുലചിത്തരാകേണ്ട. കർത്താവ് പറഞ്ഞ് ഇതെല്ലാം ചിന്തിക്കുന്നതും ആകുലപ്പെടുന്നതും അതെല്ലാം ജാതീയരാണ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയാത്ത മക്കളാണ്. എന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് നിങ്ങളെ പിതാവിനറിയാം. എൻ്റെ സഹോദരങ്ങളെ, നമ്മളെക്കാൾ അധികമായി നമ്മെ അറിയുന്നൊരു കർത്താവാണ് നമുക്കുള്ളത്. നമ്മളെത്ര ശ്രേഷ്ഠരാണ്. ക്ലേശപൂർണമായ സമയങ്ങൾ, വളരെ ഭയാനകമായ ചില കഷ്ടതകൾ ലോകരാജ്യങ്ങളിൽ സംഭവിക്കും, ജനപദങ്ങളിൽ വെളിപ്പെടും. ഇത് കണ്ട് നമ്മൾ സംഭ്രാന്തരാകേണ്ട. ഇതെല്ലാം സംഭവിക്കുമെന്ന് മുൻകൂട്ടി തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെയും തൻ്റെ അപ്പോസ്തലന്മാരുടെയും എല്ലാം കർത്താവ് വ്യക്തമായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവചനം തന്നിട്ടുണ്ട്. പത്രോസിൽ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, ഇതെല്ലാം തൻ്റെ വിശുദ്ധ പ്രവാചകന്മാരിലൂടെ, നമ്മുടെ കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള വചനങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മിക്കുവിൻ, നിങ്ങൾ ഓർമ്മയുള്ളവരാകണം. ഈ വചനങ്ങളെല്ലാം ഓർക്കണം.
ഈ ക്ലേശങ്ങളും കഷ്ടതകളും പലവിധ പ്രതിസന്ധികളും ഞെരുക്കങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉഗ്രമായ മതപീഡനങ്ങളും വിനാശത്തിൻ്റെ പലവിധത്തിലുള്ള തകർച്ചകൾ ലോകരാജ്യങ്ങളിൽ ജനപദങ്ങളിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരോ ഭയചകിതരാകേണ്ട. ഇതെല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണെന്ന് നിങ്ങൾ ഓർക്കുക. ഈ വചനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക.